ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ ആശങ്കയിലാണ് മുന്നണികൾ. 2019 76.34 ഉണ്ടായിരുന്ന പോളിംഗിൽ ഇത്തവണ 10% കുറവുണ്ടായി. പോളിംഗ് കുറഞ്ഞാലും അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് NDA ക്യാമ്പ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രധാനമായും മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2019 പോളിംഗ് ശതമാനവുമായി കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 10%, അതായത് 66% മാത്രമാണ് ഇത്തവണ പോളിംഗ് എത്തിയത്. ഇതിന്റെ ഒരു ആശങ്ക മുന്നണികളിൽ എല്ലാം തന്നെയുണ്ട്. പ്രധാനമായും ലോ റേഞ്ചിൽ വലിയ രീതിയിലുള്ള പോളിംഗ് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രധാനമായും മൂവാറ്റുപുഴ അതുപോലെ തന്നെ തൊടുപുഴ മേഖലകളിൽ പോളിംഗ് കുറഞ്ഞു. ഇത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് ഈ മുന്നണികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ നിന്ന് കൂടുതൽ വോട്ടുകൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ അവിടെ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇവരിൽ, ഈ ഒരു ആശങ്ക ഇവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമായും ഈ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ ചോർന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. മുന്നണികളുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികളുമായി സംസാരിക്കുമ്പോൾ അത്തരത്തിൽ വോട്ട് ചോരാനുള്ള സാധ്യത ഇല്ല എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. ഏത് തരത്തിൽ ഇപ്പോൾ ഈ ഒരു പോളിംഗ് ശതമാനം കുറഞ്ഞാലും വിജയം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു മുന്നണികൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അത് ഈ ഹൈ റേഞ്ച് മേഖലയിൽ ഈ തോട്ടം മേഖല കേന്ദ്രീകരിച്ച് പോളിംഗിൽ നേരിയ വർധനവുണ്ടായിട്ടുണ്ട്. ഇതാണ് LDFന് ചെറിയ പ്രതീക്ഷ നൽകുന്നത്. തോട്ടം മേഖലയിൽ ശക്തി കേന്ദ്രങ്ങളുള്ള പാർട്ടി ആണ് CPM. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും കൂടുതൽ വോട്ടുകൾ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതേസമയം ഇടുക്കിയിൽ, അതായത് കേരള കോൺഗ്രസിന്റെ വോട്ടുകൾ കുറഞ്ഞത് അത് മറ്റൊരു തലത്തിലേക്ക് പോകും, അല്ലെങ്കിൽ അത് തിരിച്ചടിയാകുമെന്ന ഒരു ചിന്തയും ഈ ഒരു LDF ക്യാമ്പ് മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും വിജയം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് LDF ഉള്ളത്. അതേസമയം NDA വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം തന്നെ വോട്ടുകൾ എത്തിയിട്ടുണ്ട്. കൂടാതെ ഒരു അട്ടിമറി വിജയം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് NDA ഉള്ളത്. NDA സ്ഥാനാർത്ഥിയുമായി സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് ഈ LDFന്റെയും അതുപോലെ തന്നെ UDFന്റെയും പ്രഖ്യാപിത നയങ്ങൾ, അതിൽ മനമടുത്ത ആളുകളാണ് ഇത്തരത്തിൽ ഈ ഒരു വോട്ട് ചെയ്യാൻ എത്താതിരുന്നതും ഈ പോളിംഗ് ശതമാനം കുറയാൻ കാരണമായതും എന്നുള്ളൊരു കാര്യമാണ് അവർ ഏതായാലും മുമ്പോട്ട് വെച്ചത്. ഈ കള്ളവോട്ടുകൾ അടക്കം ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമം CPM നടത്തി എന്നുള്ളൊരു ആരോപണവുമായാണ് നിലവിൽ UDF രംഗത്തെത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും ഇതിനെല്ലാം മാറ്റി നിർത്തിയാൽ വിജയം തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ നിൽക്കുന്നു. ഇത്തരത്തിൽ വിജയ പ്രതീക്ഷയിൽ തന്നെ ആണ് എന്ന് പറയുമ്പോഴും മുന്നണികൾക്കിടയിൽ ഈ ഇടുക്കിയിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ അപ്രതീക്ഷിതമായി ഇത്രത്തോളം പോളിംഗ് കുറഞ്ഞത് വലിയ രീതിയിലുള്ള ആശങ്ക തന്നെയാണ് മുന്നണികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ശരി, ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകി സുബിൻ തോമസ്.